എന്നാശ്രയമായി ഹല്ലേലൂയ. കൃപ കൃപയും എന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും. മരുഭൂമിയിൽ ആനന്ദത്തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും. കൃപയും എന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും. കൃപയും എന്നാശ്രയമായി. കൃപ കൃപയും എന്നാശ്രയമായി ഹല്ലേലൂയ. കൃപ കൃപയും എന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോരവൈരിയിൽ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയും എന്നാശ്രയമായി ഹല്ലേലൂയ. കൃപ കൃപയും എന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപയും എന്നാശ്രയമായി ഹല്ലേലൂയ. കൃപ കൃപയും എന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. 73 സങ്കീർത്തനം ആസാഫ് എഴുതിയതായ സങ്കീർത്തനമാണല്ലോ. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ന്യായമായും നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ചില സംശയങ്ങളാണ് ആസാഫ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അങ്ങനെ ആസാഫ് നോക്കുമ്പോൾ ദുഷ്ടന്മാരുടെ സൗഖ്യം എത്രയോ വലുതാണ് എന്നുള്ളത് താൻ കണ്ടിട്ട് ചോദിക്കുന്നതായ ചില സംശയങ്ങളാണ് ഈ 73 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം കാണുന്നത്. ഇതേ കാര്യം തന്നെ ഇരമ്യാവും പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇരമ്യാ പ്രവചനം 12 അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ ഇത് തന്നെയാണ് പ്രവാചകൻ പറയുന്നത്. അതിങ്ങനെയാണ്: യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത്? നീ അവരെ നട്ടു, അവർ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്നു.
അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. ഇങ്ങനെ യിരെമ്യാ പ്രവചനവും ഇതേ കാര്യം തന്നെ സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. ദുഷ്ടന്മാർ വളരെയധികം പുഷ്ടി അനുഭവിക്കുന്നവരായിത്തീരുന്നു. ദൈവമില്ല എന്ന് പറയുന്നവർ സുഖിമാന്മാരായി നടക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. അവർക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. അവർക്ക് ദാസീദാസന്മാരും അവരുടെ മാനസികോല്ലാസത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും എല്ലാം അവർ അനുഭവിക്കുകയാണ്. ഈ ലോകത്തിലെ വലിയ വലിയ ധനവാന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. അവരുടെ ജീവിതം അവരേറ്റവും ആസ്വദിക്കുകയാണ്. അവർക്കിഷ്ടം പോലെ സമ്പത്തും ധനമാനങ്ങളും എല്ലാം ഉണ്ട്. അവർ ജീവിതത്തെ ഓരോ നിമിഷവും സന്തോഷത്തോടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷം കാണാൻ സാധിക്കും. ഞാൻ ധാരാളം ആളുകളെ ഈ നിലയിലുള്ളവരെ കണ്ടിട്ടുണ്ട്, അവരോട് ഇടപെട്ടിട്ടുണ്ട്. അവരൊക്കെ എത്രമാത്രം ഉന്നത ഭാവത്തിലാണ് സംസാരിക്കുന്നത്. അവർക്ക് മറ്റൊന്നിനെയും പേടിയില്ല, ആരെയും അവർ ഭയപ്പെടുന്നില്ല. എല്ലാറ്റിനെയും അവർ കാണുന്നത് അവരെക്കാൾ താണതായിട്ടാണ്. അവരാണ് ഏറ്റവും ഉന്നതർ. അധികാര സ്ഥാനങ്ങളെ അവർ വളരെ നിസ്സാരങ്ങളായിട്ട് കാണുന്നു. എന്ത് സംഭവിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ള നിലയിലാണ് അവരുടെ ചിന്താഗതി. അത്രമാത്രം സ്വാധീനം അവർക്കുണ്ട്. ഇഷ്ടം പോലെ പണവും സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം അവർക്കുണ്ട്. അവരുടെ എല്ലാ ഭാവങ്ങളും പരിശോധിച്ചാൽ അവരെല്ലാറ്റിലും ഉന്നതമായ നിലയിലാണ് എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ധാരാളം ആളുകൾ സ്വസ്ഥത അനുഭവിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആസാഫ് ചോദിച്ച അതേ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ യിരെമ്യാ പ്രവാചകൻ ചോദിച്ച അതേ കാര്യം തന്നെയാണ്. ന്യായമായും നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യമാണത്. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? അവരൊക്കെ ദോഷമായത് പ്രവർത്തിക്കുന്നു, അവർ നിർഭയമായി ജീവിക്കുന്നു, അവരുടെ വഴികളൊക്കെ ശുഭമായിട്ടിരിക്കുന്നു, എത്ര വലിയ സ്വസ്ഥതയും സമാധാനവും അവർ അനുഭവിക്കുന്നു. അവരുടെയൊക്കെ വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് അവരനുഭവിക്കുന്നത്. ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ്, ഇഷ്ടം പോലെ പണം. അവർ കുടിച്ച് മതോന്മത്തരായി അവർ വളരെ സന്തോഷമായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു തലത്തിൽ അവർ കഴിയുന്നു. അതേസമയം മറുഭാഗം ചിന്തിച്ചാലോ, ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചനപ്രകാരം ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ദൈവമക്കൾ എത്രമാത്രം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, നിരാശ അനുഭവിക്കുന്നു, സ്വസ്ഥതയില്ലായ്മ അനുഭവിക്കുന്നു. എന്തെല്ലാം പ്രയാസങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ഓരോ ദിവസവും അവർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നല്ല വിശ്വാസിയായ ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ അങ്ങനെ വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വസ്ഥതയില്ലായ്മ അനുഭവപ്പെടുകയാണ്. പലവിധ കാരണങ്ങൾ നിമിത്തം നമ്മൾ പലപ്പോഴും സങ്കടചിത്തരായി തീരുകയാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇത് തന്നെയാണ് ആസാഫ് പറയുന്നത്. സ്വസ്ഥതയില്ലാത്തതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. 73-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യത്തിൽ താൻ പറയുന്നത്, ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി എന്നാണ്. എനിക്കിത് പ്രയാസമായി തോന്നുകയാണ്. ദൈവം നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് ദൈവവചനം പറയുമ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവർ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്രയോ വലുതാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഇതാ ദൈവത്തെ അന്വേഷിക്കാത്ത ധാരാളം ആളുകൾ സ്വസ്ഥത അനുഭവിക്കുന്നു, അവർ സമാധാനം ഉള്ളവരായിട്ട് ജീവിക്കുന്നു, അവർ ജീവിതത്തെ സന്തോഷത്തോടെ അവർ ആസ്വദിക്കുന്നു. എന്നാൽ ദൈവത്തെ വിളിക്കുന്ന ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നിരാശയിലും സ്വസ്ഥതയില്ലായ്മയിലും കഴിച്ചുകൂട്ടുന്നു. ഇത് ഗ്രഹിപ്പാൻ എനിക്ക് പ്രയാസം തോന്നി എന്നാണ് ആസാഫ് പറയുന്നത്. യിരെമ്യാവ് പറയുന്നത്, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു എന്നാണ്. ഇത് നമ്മുടെ ചുറ്റുപാടുകൾ സംഭവിക്കുന്നതായ ന്യായങ്ങളാണെന്നാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഉത്തരം ആസാഫ് തന്നെ 73-ാം സങ്കീർത്തനത്തിൻ്റെ
17 മുതലുള്ളതായ വാക്യങ്ങളിൽ വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. നോക്ക്, ആസാഫ് പറയുകയാണ്, ഈ ലോകത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് വലിയ വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സുഖിമാന്മാരായിട്ട് കഴിയുന്ന, നമ്മുടെയൊക്കെ നോട്ടത്തിൽ വളരെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഏറ്റവും വലിയ സുഖിമാന്മാരായിട്ട് കഴിയുന്ന ആളുകളുടെ അന്തം എന്താകും എന്ന് ആസാഫ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം തന്നോട് മറുപടിയായി കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. താൻ പറയുകയാണ്, നിശ്ചയമായി ദൈവമേ, നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു, നീ അവരെ നാശത്തിലേക്ക് തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. മെരുൾച്ചകൾ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ ടെറേഴ്സ് എന്നാണ് പറയുന്നത്. ഭീകരതയുടെ ഫലമായി അവർ മുടിഞ്ഞു പോയിരിക്കുന്നു. അവർ വഴുവഴുപ്പിൽ നിൽക്കുന്നവരാണ്. നമ്മളൊക്കെ നോക്കുമ്പോൾ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണെന്നും ഉറപ്പോടെ നിൽക്കുകയാണെന്നും ഒക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവവചനം പറയുകയാണ്, നീ അവരെ നിശ്ചയമായും വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. ഏത് സമയത്തും അവർ തകർന്നു പോകാം, നശിച്ചു പോകാം. ഒരുപക്ഷെ അവർ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ വളരെ അധികമുള്ളവരാകിയാൽ ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നവരായിരിക്കാം. അവർക്കൊന്നിനെയും പേടിക്കാത്ത നിലയിൽ സ്വാധീനമുള്ളവരായിരിക്കാം. ഗർവത്തോടെ സംസാരിക്കുന്നവരായിരിക്കാം. ദൈവമില്ല എന്ന് പറയുന്നവരായിരിക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നത് അവരൊക്കെ വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ നോക്കിയിട്ടുണ്ട്. ദൈവമില്ല എന്ന് വാദിച്ചവരുടെ തലമുറകളെ നോക്കുമ്പോൾ അതിഭയാനകമായ നിലയിൽ അവരൊക്കെ തകർന്നു പോയതായി കണ്ടിട്ടുണ്ട്. ദൈവത്തെ എതിർത്തിരുന്ന ധാരാളം ആളുകളുടെ കുടുംബങ്ങളെ നോക്കുമ്പോൾ അവരൊക്കെ കാലാകാലങ്ങളിൽ അസ്തമിച്ചു പോയതായി കാണുവാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് ആ കുടുംബങ്ങൾ നാമാവശേഷമായി തീർന്നതിൻ്റെ ചരിത്രമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് പറയുന്നത് എന്താണ്? 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് അതിൻ്റെ 23 മുതലുള്ളതായ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഇതാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ള കാര്യം. നാം ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത്. കാരണം എന്താണ്? നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇത്രമാത്രം സൗഭാഗ്യം മറ്റൊരാൾക്കും ഈ ലോകത്തിൽ ലഭിക്കുന്നില്ല. നമ്മൾ പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്, ശരിയാണ്. ഈ ലോക മനുഷ്യർ ഒരുപാട് സുഖസൗകര്യങ്ങളും സ്വസ്ഥതയൊക്കെ അനുഭവിക്കുമ്പോൾ ദൈവമക്കൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഓരോ ദിവസവും പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. കർത്താവ് നമുക്ക് ആലോചന നൽകിത്തരുന്നു. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ളതായ ശക്തി നമുക്ക് നൽകുന്നു. ഏതൊരു പ്രതിസന്ധിയിലൂടെയും നാം കടന്നു പോകുമ്പോൾ നാം തനിയെ അല്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ദാവീദ് രാജാവ് 23-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എല്ലാ സമയത്തും കർത്താവ് നമ്മെ പിടിച്ചിരിക്കുന്നു. ഇതാണ് ദൈവമക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. മാത്രമല്ല, ഈ ലോകത്തിനപ്പുറമായ മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹകരമായ കരുതലിനെ സംബന്ധിച്ചും ആസാഫ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു കരുതൽ ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുന്ന ദൈവത്തിൻ്റെ
അനുഗ്രഹകരമായ കരുതൽ എത്രയോ വിലയേറിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് അവിശ്വാസികൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളോ സ്വസ്ഥതയോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ളതായ സ്വസ്ഥതയും സമാധാനവും. അവരനുഭവിക്കുന്നതൊക്കെ ക്ഷണത്തിൽ തീർന്നു പോകുന്നതാണ്. അതൊക്കെ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോകുന്നതാണ് എന്ന് ദൈവവചനം പറയുമ്പോൾ, നമുക്ക് ലഭിച്ചിട്ടുള്ളതായ സ്വസ്ഥതയും സമാധാനവും നിത്യമായിട്ടുള്ളതാണ്. പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും തളർന്നു പോകാത്ത അനുഗ്രഹകരമായ ദൈവത്തിൻ്റെ കരുതലും ഇടപെടലുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. കർത്താവ് നമ്മെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ളതായ പരിപൂർണ്ണ ബോധ്യത്തോടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ലതും വിശേഷതയേറിയതുമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആസാഫ് ചോദിക്കുന്നത് പോലെ, ഇരമ്യ പ്രവാചകൻ ചോദിക്കുന്നത് പോലെ, കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ധാരാളം ആളുകൾ, ദൈവമില്ല എന്ന് പറയുന്നവർ, സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നവരായി ഞങ്ങൾ കാണുന്നു. അവരൊരുപാട് ജീവിതത്തിലെ നന്മകളും പുഷ്ടിയും ഒക്കെ അനുഭവിക്കുന്നു. പക്ഷേ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ നിരാശരായി, സ്വസ്ഥതയില്ലാത്തവരായി, സമാധാനം നഷ്ടപ്പെട്ടവരായിട്ടൊക്കെ തീരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മനസ്സിൽ വളരെ വലിയ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതാണെങ്കിലും ഇന്ന് രാവിലെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഉത്തരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, നീ അവരെ നിശ്ചയമായി വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു ഞങ്ങൾ വായിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ വലം കൈക്ക് അവിടുന്ന് പിടിച്ചിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, പ്രശ്നങ്ങളെ മുഴുവൻ തരണം ചെയ്ത് മുൻപോട്ട് ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ വലം കൈക്ക് പിടിച്ച് ഞങ്ങളെ നടത്തുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ കർത്താവെ, ഈ വചനം നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവെ, ആ ഒരു വലിയ ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ വലം കൈക്ക് പിടിച്ചിരിക്കിയാൽ ഒന്നുകൊണ്ടും പരിഭ്രമിക്കാതെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.